വളരെ രുചികരമായ ഒരു ചെമ്മീൻ മസാലയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ല നാടൻ രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഒരു വിഭവമാണിത്. അതിനായി ഏകദേശം 1/2 കിലോ കൊഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അടുത്തതായി ചേർക്കുന്നത് സവോളയാണ്. ഇടത്തരം വലിപ്പത്തിലുള്ള 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ കനം കുറഞ്ഞ നീളത്തിൽ വേണം സവോള അരിയാൻ. അരിഞ്ഞ സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം ബ്രൗൺ നിറമാകുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവോള നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയ സവോളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സവോള വഴറ്റുമ്പോൾ അതിനോടൊപ്പം ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സവോളയൊക്കെ വഴറ്റി കിട്ടും. അതുകൊണ്ട് എപ്പോൾ സവോള നമ്മൾ വഴറ്റാൻ തുടങ്ങിയാലും അതിനോടൊപ്പം ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. സവോളയൊക്കെ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പൊടികൾ മൂത്ത മണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളി അല്പം വേകുമ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്ത് ഇളക്കണം. ഒരു 5 മിനിറ്റ് സമയം ഈ ചെമ്മീനും ഈ മസാലക്കൂട്ടും എല്ലാം കൂടി ഇളക്കി കൊടുക്കണം. അല്പസമയം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചെമ്മീൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെമ്മീനും മസാലയും എല്ലാം ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഇളക്കി വേകാനായിട്ട് ഒരു അടപ്പ് കൊണ്ട് നമ്മൾ മൂടി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കുറുകി പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.